ഒമാനിൽ വൻ ജ്വല്ലറി കവർച്ച. 23 കോടിയിലധികം വില വരുന്ന സ്വർണം കവർന്നു. 2 യൂറോപ്യൻ പൗരന്മാർ പിടിയിൽ. അതിസാഹസികമായാണ് പോലീസ് മോഷ്ടാക്കളെ പിടികൂടിയത്. പോലീസ് പങ്കുവച്ച ദൃശ്യങ്ങളിലേക്ക്. قد تظن أنك تشاهد اللقطة الأولى لفيلم جريمة. ولكن في عيون رجال شرطة عمان السلطانية لا مفر من العدالة. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, 23 കോടിയിലധികം വില വരുന്ന സ്വർണമാണ് കവർന്നിരിക്കുന്നത്. 2 യൂറോപ്യൻ പൗരന്മാരും പിടിയിലായിട്ടുണ്ട്. മറ്റു നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വൻ കവർച്ചയുടെ വാർത്തയാണ് ഇപ്പോൾ ഒമാനിലെ മസ്കറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ ടൂറിസ്റ്റ് വിസയിൽ ഒമാനിലെത്തിയ 2 യൂറോപ്യൻ പൗരന്മാരാണ് ഈ വൻ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കവർച്ച മോഷ്ടാക്കളെ അതിസാഹസികമായി പിടികൂടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തത്. ഏകദേശം 23 കോടിയിലധികം വില വരുന്ന പണവും സ്വർണ്ണാഭരണവും മറ്റു പണങ്ങളുമാണ് ഇപ്പോൾ പോലീസ് ഈ മോഷ്ടാക്കളിൽ നിന്ന് പിടികൂടിയത്. മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ ഗുബ്ര എന്ന പ്രദേശത്താണ് ഈ കവർച്ച നടന്നത്. ഈ ജ്വല്ലറിക്ക് സമീപം മുറിയെടുത്ത് തുടർന്ന് ഈ പുലർച്ചെ 4 മണിയോടെ ഈ മോഷ്ടാക്കൾ 2 പേരായിരുന്നു മോഷണത്തിന് പിന്നിലുണ്ടായിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ ജ്വല്ലറിക്ക് തൊട്ട് സമീപത്തായി മുറിയെടുത്ത് പുലർച്ചെ 4 മണിയോടെയായിരുന്നു ഈ മോഷണം നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. തുടർന്ന് വിവരം അനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് ഇവരെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഇവർ നേരത്തെ ഒരു ആസൂത്രണം ചെയ്യുകയും പിന്നീട് സമീപത്തെ ഒരു മുറിയെടുത്ത് മോഷണം നടത്തുകയായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. ഈ ജ്വല്ലറിയുടെ പിറകിലെ ചുമർ തുറന്ന് മോഷ്ടാക്കൾ അകത്ത് കടക്കുകയും പിന്നീട് ഈ സ്വർണ്ണാഭരണങ്ങളും മറ്റും മോഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ ഇപ്പോൾ മോഷ്ടിച്ച സ്വർണവും മറ്റു പണമടങ്ങുന്ന സാമഗ്രികളെല്ലാം ഈ കടൽ പ്രദേശത്ത് കടൽക്കരയിൽ സൂക്ഷിച്ച നിലയിൽ അല്ലെങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. എന്നാലും പോലീസ് ഇതെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ്. 1 മില്യൺ ഒമാനി റിയാളോളം വരുന്ന പണമാണ് വില വരുന്ന ആഭരണങ്ങളും പണവുമാണ് മോഷണം പോയതെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. ടൂറിസ്റ്റ് വിസയിലെത്തിയ മോഷ്ടാക്കൾ സ്വർണം മോഷ്ടിച്ച് ഈ യൂറോപ്പിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. അതാണ് ഇപ്പോൾ തന്ത്രപൂർവമായ അല്ലെങ്കിൽ വലിയതുള്ള ഒരു ദൗത്യം ഇപ്പോൾ പോലീസ് ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്തായാലും കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റും തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഏകദേശം 23 കോടിയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ മോഷ്ടാക്കൾ ജ്വല്ലറിൽ നിന്ന് മോഷ്ടിച്ചത്. 2 യൂറോപ്യൻ പൗരന്മാരാണ് ഇതിന് പിന്നിൽ. അവരെ അതിസാഹസികമായി ഒമാൻ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ പ്രതികൾക്കായുള്ള അല്ലെങ്കിൽ കൂടുതൽ ഉപകരണങ്ങളും ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റു തെളിവുകളും ശേഖരിക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. അരുണിമ, ശരി, വ്യക്തമാണ്. ഒമാനിൽ വലിയ രീതിയിൽ ജ്വല്ലറി കവർച്ച നടന്നിരിക്കുന്നു. 23 കോടിയിലധികം വില വരുന്ന സ്വർണമാണ് കവർന്നിരിക്കുന്നത്. സംഭവത്തിൽ 2 യൂറോപ്യൻ പൗരന്മാരും പിടിയിലാണ്. അതിസാഹസികമായാണ് പോലീസ് മോഷ്ടാക്കളെ പിടികൂടിയത്. പോലീസ് പങ്കുവച്ച ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.